friends, welcome back to High Grade Online Academy. I'm NASEERA JAFAR. I'm here with the first semester Srinarayana Guru Open University Environmental Studies Unit 5, a brief overview of prominent natural disasters in India. You know guys, the word disaster, no, it is something we are hearing what I'm to say, or it hit by a natural disaster time and again. We people are already under the threat of disasters. We cannot predict whether what will happen to us next. And here, these disasters bring about unprecedented and havoc. Havoc means in the ദുരന്തങ്ങൾ അല്ലേ, ഇതാണ് അത്രയും നഷ്ടങ്ങൾ, നാശനഷ്ടങ്ങൾ, reducing humanity to mere helpless and hopeless creatures. All these disasters make us helpless and hopeless. Landslide, earthquake, cyclones, hurricanes, and rainstorms are frequent. And among this disaster, floods have become a most common occurrence, and there are other different types of floods also, river flood, coastal flood, like that. Okay, here in this chapter we have to study some of the basic disaster. First one is landslide. Landslide, also called landslip, is defined as a movement of a mass of rock, debris or earth down a slope. അല്ലെ, നമ്മളെന്താണ് ഒരു മാസ്സായിട്ട് ഒരു ഉരുൾപൊട്ടൽ എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം അല്ലേ. എങ്ങനെ എന്താ ചെയ്യുക, ഒരു മാസ് ഓഫ് സോയില്, റോക്ക്, ആ സാധനങ്ങളൊക്കെ എന്താണ് വരുന്നതിനാണ് ലാൻഡ് സ്ലൈഡ് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ്, ആൻഡ് ഈ ലാൻഡ് സ്ലൈഡ് കഴിഞ്ഞാൽ നമുക്ക് ടൈപ്സ് ഓഫ് ലാൻഡ് സ്ലൈഡ് നോക്കണം. എന്തൊക്കെയാണ്? ലാൻഡ് സ്ലൈഡ് ആർ ജനറലി ക്ലാസിഫൈഡ് ബൈ ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്. ഇതൊക്കെ അതായത് മൂവ്മെൻറ്റ് മീൻസ് സ്ലൈഡ്സ് ആണ്. ഒന്നാമത്തെ എന്താണ്? റോക്ക് സ്ലൈഡ്സ്. ആൻഡ് അതർ ടൈപ്സ് ഓഫ് സ്ലൈഡ്സ് ഇൻവോൾവ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽ അലോങ് വൺ ഓർ മോർ ഡിസ്ക്രീറ്റ് ഷെയറിങ് സർഫേസ് ആണ്. ഇങ്ങനെ നടക്കുമ്പോൾ നമുക്കറിയാം എക്സ്റ്റെൻഡ് ഫ്രം ഡൗൺവേർഡ് ആൻഡ് ഔട്ട്വേർഡ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്ന ഡെഫിനിഷൻ നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എ മൂവ്മെൻറ്റ് ഓഫ് മാസ് ഓഫ് റോക്ക്, ഡിബ്രീസ് ഓർ എർത്ത് ഡൗൺ എ slopes. Okay, short-term stresses such as those imposed by earthquake and rainstorm can likewise contribute to the activation of landslide. Next one എന്താണ്? flood ആണ്. flood is a overflow of water that submerges lands that is usually dry. Overflow of water ആണ് that submerges land that is usually dry. And there are natural and man-made factors of flood. Types of flood എന്നൊക്കെ വരിക: river flood, coastal flood, storm surge, inland flood and clash flood. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്ലഡിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ആർ ദ കോസസ് ഓഫ് ഫ്ലഡ്? Before we are discussing about the causes of flood, we have to focus about, to remember Chennai flood of 2016, Kerala flood of 2018 and 2019 അല്ലേ. ഇപ്പോഴും ഈ ക്ലാസ് നടക്കുമ്പോൾ നമുക്കറിയാം നല്ല മഴയുണ്ട്. അപ്പം we cannot predict whether what will happen to our environment or what will happen in the next moment. Okay, അപ്പം ആ ഒരു ഫ്ലഡ് ക്യാൻ ഹാപ്പൺ ഡ്യൂറിങ് ഹെവി റെയിൻസ്, വെൻ ഓഷ്യൻ വേവ് കം ഓൺ ഷോർ, അല്ലെങ്കിൽ എന്താണ് വെൻ സ്നോ മെൽറ്റ് ക്വിക്ലി ഓർ വെൻ ഡാംസ് ബ്രേക്ക്. ഓക്കെ, അപ്പം ഈ കോസസ് ഓഫ് ഫ്ലഡിൽ നമുക്ക് ഒന്നാമത് മാസീവ് റെയിൻഫാൾ ആണ് അല്ലേ. നല്ല മാസീവായിട്ട് നല്ല പവറിൽ മഴ പെയ്യുകയാണെങ്കിൽ അത്രത്തോളം, പിന്നെ ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നം, അതേപോലെ തന്നെ എഫക്റ്റീവ് ഇൻഫ്രാസ്ട്രക്ചർ, ഈ ഒരു കാര്യങ്ങളുടെ ഒക്കെ ഒരു പോരായ്മ വരുമ്പോൾ അത് ഫ്ലഡിലേക്ക് കാരണമാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതേപോലെ ഓവർ ഫ്ലോയിങ് ഓഫ് ദ റിവേഴ്സ് ഓൾസോ മേക്സ് ദ റീസൺ ഫോർ ബിക്കമിങ് എ ഫ്ലഡ്. പിന്നെ കൊളാപ്സ്ഡ് ഡാംസ് അല്ലേ, ഡാംസിനൊക്കെ പ്രോബ്ലംസ് വരുമ്പോൾ അതും എന്താണ്, അതിന് ചുറ്റുപാടും ജീവിക്കുന്ന ആളുകളുടെ ഇടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഫ്ലഡിന് കാരണമുണ്ട്. നെക്സ്റ്റ് സ്നോ മെൽറ്റ്, അറിയാലോ, മഞ്ഞ് ഒഴുകിയിട്ടും നമുക്കറിയാം എന്ത് ഫ്ലഡ് ഉണ്ടാവാൻ കാരണമാവാറുണ്ട്. ഡിഫോറസ്റ്റേഷൻ അല്ലേ, ട്രീസ് പ്രിവെൻറ്റ് സോയിൽ ഇറോഷൻ ആൻഡ് ഓൾസോ ദ ലോസ് ഓഫ് ക്രോപ്സ്. നമുക്കറിയാം സോയിൽ ഇറോഷന് തടയുന്ന എന്താണ്, മണ്ണൊലിപ്പ് തടയുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നവരാണ് ട്രീസ്. അപ്പോൾ ഈ ഒരു ട്രീസ് ഇങ്ങനെ കട്ട് ചെയ്യുന്നതിനനുസരിച്ച് എന്താണ്, ഈ ഒരു റെയിനിന് അല്ലെങ്കിൽ വാട്ടറിനെ സ്റ്റോർ ചെയ്യാൻ, അതേപോലെ മണ്ണിനെ തടഞ്ഞു നിർത്താനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടും. അപ്പോൾ അത് ഫ്ലഡ് ഉണ്ടാവാൻ കാരണമാവുന്നു. നെക്സ്റ്റ് ക്ലൈമാറ്റ് ചേഞ്ച്.
Okay, climate, we know that climate change may most probably the causes of climate change are nothing but human beings ആണല്ലേ. പിന്നെ എമിഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്താണെന്നൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അതേപോലെ അതർ ഫാക്ടേഴ്സ് എന്ന് പറയുന്ന കുറച്ച് എന്തൊക്കെയാണ് പറയാം, നമുക്ക് നമ്മളെ വീടുകളിൽ ഉപയോഗിക്കുന്ന അല്ലേ എന്താണ്, അതേപോലെ തന്നെ ഡ്രെയിനേജിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതും ഈ ഒരു രൂപത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. ടൈപ്സ് ഓഫ് ഫ്ലഡിങ്ങിൽ ഒന്നാമത്തത് റിവർ ഫ്ലഡാണ്. എന്താണ് റിവർ ഫ്ലഡ്? ഒക്കേഴ്സ് വെൻ വാട്ടർ ലെവൽസ് റൈസ് ഓവർ ദ ടോപ്പ് ഓഫ് ദ റിവർ ബാങ്ക്സ് അല്ലേ. പിന്നെന്താണ് റിവർ ബാങ്ക്. നെക്സ്റ്റ് ആണ് എന്ത് കോസ്റ്റൽ ഫ്ലഡിങ്. കോസ്റ്റൽ ഫ്ലഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ this types of flood occurs when land is submerged by sea flooding അല്ലേ. അപ്പോൾ കോസ്റ്റൽ ഫ്ലഡിൻ്റെ is actually a result of combination of sea tidal surge, high winds and barometric pressure. അപ്പോൾ ഈ കോസ്റ്റൽ ഫ്ലഡിങ്ങിന് കാരണം നമുക്കറിയാം സുനാമി, അതേപോലെ തന്നെ എന്താണ് ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഒക്കെ കാരണമാകുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റോം സർജ് മീൻസ് കൊടുങ്കാറ്റുകൾക്കാണ് നമ്മളങ്ങനെ പറയുന്നത്. അപ്പോൾ അതാണ് സ്റ്റോം സർജ് ഈസ് ആൻ അബ്നോർമൽ റൈസ് ഇൻ വാട്ടർ ലെവൽ ഇൻ കോസ്റ്റൽ ഏരിയാസ് ഓവർ ആൻഡ് എബോവ് ആസ്ട്രോണമിക്കൽ ടൈഡൽ. അപ്പോൾ സ്റ്റോം സർജ് മീൻസ് എന്താണ്, അതൊരു എക്സ്ട്രീംലി ഡേഞ്ചറസ് ഫോം ഓഫ് ഫ്ലഡാണ്. സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സ്റ്റോം സർജ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ലെവൽ കോസ്റ്റൽ ഏരിയയിലുള്ള വാട്ടർ ലെവൽ എന്ത് ചെയ്യുക അബ്നോർമലി ഇൻക്രീസ് ആകുമ്പോൾ എന്ത് ചെയ്യും, അതാണ് ഒരു സാധാരണ ആസ്ട്രോണമിക്കൽ ടൈഡിനേക്കാളും വലിയ രീതിയിൽ വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതിനാണ് സ്റ്റോം സർജ് പറയുന്നത്. ഈ സ്റ്റോം സർജ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ നിങ്ങൾ നോക്കണം. എന്തൊക്കെയാണ് മെയിനായിട്ട്? ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ വിൻഡാണ്, അതേപോലെ വേവ്സ്, ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഈ 3 കാരണങ്ങൾ കാരണമാണ് സ്റ്റോം സർജ് ഉണ്ടാവാൻ കാരണം. എന്തൊക്കെയാണ്? വിൻഡ്, വേവ്സ്, ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. പിന്നെന്താണ് അടുത്ത ഫ്ലഡാണ് ഇൻലാൻഡ് ഫ്ലഡ്. ഇൻലാൻഡ് ഫ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is a flooding that occurs inland, അതായത് നോട്ട് ഇൻ എ കോസ്റ്റൽ ഏരിയ, കോസ്റ്റൽ തീരപ്രദേശങ്ങളിലല്ലാതെ നടക്കുന്നതാണ് ഇൻലാൻഡ് ഫ്ലഡ്. ഓക്കെ, അപ്പോൾ ഇൻലാൻഡ് അതായത് ഉൾനാടനിൽ ഈ കോസസ് ഓഫ് ഇൻലാൻഡ് ഫ്ലഡിങ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ റെയിൻഫോൾ തന്നെയാണ്. രണ്ടാമത്തെ എന്താണ്? സ്നോ മെൽറ്റ്. പിന്നെ എന്താണ്? ചിലപ്പോൾ നമ്മളെന്താണ് ഐസ് അതേപോലെ ബ്ലോക്ക് ചെയ്യുക, വാട്ടർ വേസ് ഗെറ്റ് ബ്ലോക്ക്ഡ്, അതേപോലെ തന്നെ ഡാംസ്. ഇതൊക്കെയാണ് ഇൻലാൻഡ് ഫ്ലഡ്സിന് കാരണം. ഓക്കെ, അപ്പം ഇൻലാൻഡ് ഫ്ലഡ് എൻ്റെ ഒരു സിറ്റുവേഷൻ വേഴ്സ് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ റോഡ്സ്, പേവ്ഡ് റോഡ്സ് ആൻഡ് സ്ട്രീറ്റ്സ്. നമുക്കറിയാമല്ലേ, നമ്മുടെ വീടുകളിലായിക്കഴിഞ്ഞാലും റോഡുകളായിക്കഴിഞ്ഞാൽ പേവ്ഡ് ആണല്ലേ. നമ്മളിപ്പോൾ എന്താണ് ഇൻ്റർലോക്ക് മറ്റു കാര്യങ്ങളൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ വെള്ളത്തിന് ഭൂമിൻ്റെ അടിയിലേക്ക് പോകാനുള്ളൊരു സിറ്റുവേഷന് ഇല്ലാതായി പോകുന്നത് ഇൻലാൻഡ് ഫ്ലഡ് കൂടാൻ സാധ്യതയുണ്ട്. പിന്നെന്താണ്? ലോ കപ്പാസിറ്റി ഓഫ് ഡ്രെയിനേജ് എക്യുപ്മെൻറ്റ്. നമ്മുടെ ഇപ്പോഴത്തെ ഡ്രെയിനേജിൽ അഴുക്ക് ജാലുകളുടെ കപ്പാസിറ്റി വളരെ കുറവാണ്. കുറച്ച് കൂടുതൽ വെള്ളം നിൽക്കുമ്പോഴത്തേക്കാണ് അത് ബ്ലോക്ക് ആവുക, അല്ലെങ്കിൽ അത് ഓവർഫ്ലഡ് ആവുന്ന അവസ്ഥയാവുന്നുണ്ട്. പിന്നെ ലോ എമൗണ്ട് ഓഫ് ഗ്രീൻ സ്പേസ് അല്ലേ. ആൻഡ് ദ 5th ടൈപ്സ് ഓഫ് ഫ്ലഡ് ഈസ് ഫ്ലാഷ് ഫ്ലഡ്. Flash flood is flooding that begins within 6 hours and often within 3 hours or of heavy rainfall. നല്ലൊരു മഴ വരുമ്പോൾ ഒരു 3 മണിക്കൂറിൻ്റെ ഉള്ളിലോ 6 മണിക്കൂറിനുള്ളിലോ ഫ്ലഡ് ഉണ്ടാവുന്നതിനാണ് ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള സൈക്ലോൺസ് ആണ് അല്ലേ. സൈക്ലോൺസ് പറഞ്ഞാൽ എന്താ? സൈക്ലോൺസ് ആർ കോസ്ഡ് ബൈ അറ്റ്മോസ്ഫിയറിക് ഡിസ്റ്റർബൻസസ് അറൗണ്ട് എ ലോ പ്രഷർ ഏരിയ ഡിസ്റ്റിങ്ക്വിഷ്ഡ് ബൈ സ്വിഫ്റ്റ് ആൻഡ് ഓഫൺ ഡിസ്ട്രക്റ്റീവ് എയർ സർക്കുലേഷൻ. ആക്ച്വലി കാറ്റുകളാണ്. അതുതന്നെ ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഉണ്ട്, അതേപോലെ തന്നെ എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് പഠിക്കാനുള്ളതാണെന്ത്? എർത്ത് ക്വിക്ക്. എർത്ത് ക്വിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? It can be defined as any sudden shaking of the ground caused by the passage of seismic waves through earth's rocks. ഭൂകമ്പം എന്ന് പറയുന്നതാണ് എന്ത്? എർത്ത് ക്വിക്ക്. അപ്പോൾ അതാണ് സഡൻ ഷേക്കിംഗ് ആണ് അല്ലേ, ഷേക്കിംഗ് ഓഫ് ദ ഗ്രൗണ്ട് ആണ്. നെക്സ്റ്റ് എന്താണ്? എർത്ത് ക്വിക്ക് വേവ്സിനെ പറ്റി നമുക്ക് പറയാനുണ്ട്. എന്താണ്? അതേസമയം എർത്ത് ക്വിക്ക് മെഷർ ചെയ്യുന്ന സീസ്മോഗ്രാഫൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് പേരല്ലേ. അപ്പം എർത്ത് ക്വിക്ക് വേവ്സ് 2 തരത്തിലുണ്ട്. എന്താണ്? 3 തരത്തിലാണ് എർത്ത് ക്വിക്ക് വേവ്സ്. എന്തൊക്കെയാണ്? പി വേവ്സ്, എസ് വേവ്സ് ആൻഡ് സർഫസ് വേവ്സ്. ഓക്കെ,
അപ്പോൾ ഓർമ്മിക്കുക, ആ ഒരു കാര്യങ്ങളും ജസ്റ്റ് വായിച്ചു നോക്കുക. പി വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി വേവ്സ് ആണ്. ദേ ആർ ദ ഫസ്റ്റ് വേവ്സ് ടു ഹിറ്റ് ദ സിസ്മോഗ്രാഫ് ആൻഡ് എർത്ത് ക്യൂക്ക് സ്റ്റേക്ക്. നമ്മൾ എർത്ത് ക്യൂക്ക് അല്ലെ, ഭൂകമ്പം തുടങ്ങുമ്പം നമ്മൾ ആ സിസ്മോഗ്രാഫിൽ ഹിറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ടൈപ്പ് പ്രൈമറി വേവ്സ് ആണത് പി വേവ്സ്. എസ് വേവ്സ് എന്ന് പറയുമ്പോൾ സർഫസ് വേവ്സ് ആണ്. എന്താണ്? ദേ ആർ ദോസ് വേവ്സ് ദാറ്റ് ട്രാവൽ ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത്. അപ്പം ഈ ഒരു എർത്ത് ക്യൂക്ക് ഭൂകമ്പത്തിൽ ഡിസ്ട്രക്ഷൻസ് ഉണ്ടാക്കുന്നത് അല്ലേ, ദ ഡിസ്ട്രക്ഷൻ കോസ്ഡ് ബൈ എർത്ത് ക്യൂക്ക് ഈസ് പ്രൈമർലി ഡൺ ബൈ ദീസ് വേവ്സ്. ഈ വേവ്സ് ആണ്, ഈ 2 ടൈപ്സ് ഓഫ് ബോഡി വേവ്സ് ആയ പി വേവ്സും എസ് വേവ്സും ആണ് എന്തുണ്ടാക്കുന്നത്? എർത്ത് ക്യൂക്കിൽ ഡാമേജ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ എസ് വേവ്സ് ആർ ഓൾസോ കോൾഡ് സെക്കൻഡറി വേവ്സ്. ഓക്കെ, that's all about this chapter. And earthquakes are, before that one point I have to add, എന്താണ് നമ്മൾ ദ ലൊക്കേഷൻ ബിലോ ദ എർത്ത് സർഫസ് where the earthquake starts is called a hypocenter. അതേസമയം ദ ലൊക്കേഷൻ ഡയറക്ട്ലി എബോവ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് എന്ന് പറയുന്ന പേരാണ് എപ്പി സെൻറ്റർ. അതുപോലെ earthquakes are recorded by instruments called seismographs. Okay, that's all about this chapter. Important acts and rules for the conservation of environment. You know that life on earth has become highly challenging and humanity has made the life of all the creatures in the universe very dangerous. And we have destroyed water bodies and forest reservoirs. So here comes the relevance of some important acts and rules for the conservation of environment. Among this, first one is Wildlife Protection Act 1972. This act provides for the protection of the country's wild animals, birds and plant species in order to ensure environmental and ecological security. It is also known as the Washington Convention and was adopted as a result of a meeting of IUCN members. Okay, so before that you have to remember the important point, Wildlife Protection Act. Article 51A imposes certain fundamental duties on the people of India. One of them is to protect and improve the natural environment, including forests, lakes, rivers and wildlife, to have a compassion for living creatures. അപ്പം നമ്മൾ ഈ ഒരു ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? വൈൽഡ് ലൈഫ് ആക്ട് ആർട്ടിക്കിൾ 48A ആണ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡയറക്ട്സ് ദാറ്റ് ദ സ്റ്റേറ്റ് ടു പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് ദ environment and safeguard wildlife and forest. And this article was added to the constitution by the 42nd amendment in 1976. അപ്പോൾ നമ്മൾ ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന 2 ആർട്ടിക്കിൾസ് നമ്മൾ പഠിക്കണം. ആർട്ടിക്കിൾ 48 ഓർമ്മിക്കുക. ആർട്ടിക്കിൾ 48A പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റിന് എന്തുണ്ട് ഉത്തരവാദിത്തം ഉണ്ട്? പ്രൊട്ടക്റ്റ് ആൻഡ് ഇംപ്രൂവ് ദ നമ്മൾ എൻവിയോൺമെൻറ്റിനെയും അതുപോലെ ഇവിടുത്തെ വൈൽഡ് ലൈഫിനെയും ഫോറസ്റ്റിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം നമ്മൾ സ്റ്റേറ്റിനുണ്ടെന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 48A. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ആർട്ടിക്കിൾ ശരിക്കും 42nd അമെൻമെൻറ്റ് പ്രകാരം 1976 നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടത്. രണ്ടാമത്തെ ഒരു ആക്റ്റും കൂടി നമ്മളിവിടെ ഉദ്ദേശിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമുക്കുള്ള ഒരു കാര്യം, നമുക്കുള്ളൊരു ഡ്യൂട്ടിയാണ്. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 51A പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് സർട്ടൻ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഓൺ ദ fundamental duties as the people of India. നമ്മുടെ ഡ്യൂട്ടി എന്താ? we have to protect and improve the natural environment including forest, lake, rivers, wildlife to have, and നമുക്ക് എന്തുണ്ടാവണം? ലിവിങ് ക്രിയേച്ചേഴ്സിനോട് കമ്പാഷൻ, സ്നേഹവും സഹാനുഭൂതിയും ഒക്കെ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ആക്ടിൻ്റെ സാലിയൻ്റ് ഫീച്ചേഴ്സ് ജസ്റ്റ് ഒന്ന് ഞാൻ വായിച്ചുതരാം, നിങ്ങൾ നോക്കിക്കുക. ദിസ് ആക്ട് പ്രൊവൈഡ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് എ ലിസ്റ്റഡ് സ്പീഷീസ് ഓഫ് ആനിമൽസ് ആണ്, ബേർഡ്സ് ആൻഡ് പ്ലാന്റ്സ്, ഓൾസോ ഫോർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ നെറ്റ്വർക്ക് ഓഫ് ഇക്കോളജിക്കലി ഇമ്പോർട്ടൻറ്റ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഇൻ ദ കൺട്രി. അല്ലേ, വൈൽഡ് ലൈഫ് ആക്ട് നമുക്ക് തന്നെ അറിയാം. നമ്മളിപ്പം മൃഗങ്ങളെ വേട്ടയാടാനോ പല കാര്യങ്ങളും നമുക്കറിയാം. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വി ഷുഡ് ബി ഇംപ്രിസൺഡ്. അല്ലേ, അതേപോലെ തന്നെ ഈ ആക്ട് വൈൽഡ് ലൈഫ് വാർഡൻസ്, അഡ്വൈസറി ബോർഡ്സ് അവർക്കൊക്കെ ഡ്യൂട്ടീസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓക്കെ,
അപ്പോൾ സെക്കൻഡ് നമുക്ക് പഠിക്കാനുള്ള ആക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ before that, this act also provided for the establishment of National Tiger Conservation Authority. Next, sanctuary. Sanctuary is a place of refugee where injured, abandoned and abused wildlife is allowed to live in peace in the natural environment without any human intervention. Sanctuary നമ്മൾ കേട്ടിട്ടുണ്ട്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഒക്കെ നമ്മൾ കേട്ടാണ്. അടുത്തത് നാഷണൽ പാർക്സ്. അറിയാലോ, നാഷണൽ പാർക്സ് ആർ ദ ഏരിയാസ് ദാറ്റ് ആർ സെറ്റ് ബൈ ദ ഗവൺമെൻറ് ടു കൺസേർവ് ദ നാച്ചുറൽ എൻവിയോൺമെൻറ്റ്. നമ്മൾ ആലോചിക്കേണ്ട നാച്ചുറൽ പാർക്സ് ആയിക്കോട്ടെ, സാങ്ച്വറീസ് ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാനുള്ളതല്ല ശരിക്കും. ഇതൊക്കെ പ്രൊട്ടക്റ്റ് ദ വൈൽഡ് ലൈഫ് ആൻഡ് ഫോറസ്റ്റ്. ഈ ജീവികളെ അവരുടെ വാസസ്ഥലത്ത് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രൂപത്തിലുണ്ട്. അതേപോലെ ഇവർക്ക് ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിക്കൊണ്ട് ഭൂമിയിലുള്ള വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനത്തെ സംരംഭങ്ങളൊക്കെ വന്നത്. ഓക്കെ, അടുത്തതാണെന്ത് ദ എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ 1981. It empowers the central and state pollution boards to meet the grave emergencies of the air pollution. അപ്പോൾ അത് നോക്കണേ. അപ്പോൾ എയർ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ട് വന്നിട്ടുണ്ട്. ആ ആക്ട് എന്താണ് 1981 വന്നത്. ഓക്കെ, ഈ ഒരു ആക്ടിൻ്റെ പേര് തന്നെ എയർ എന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് വൺ ആണത് 1986 വന്ന എൻവിയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട്. It provides for the protection and improvement of the environment. And the Environment Protection Act establishes the framework for studying, planning and implementing long-term requirements of environmental safety and laying down a system of speedy and adequate response to situations threatening environment act. ഓക്കെ, ഈ ഒരു ആക്ട് ശരിക്കും എന്താണ്, വാട്ടർ ആക്ട് അതേപോലെ എയർ ആക്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു കോർഡിനേഷനിലാണ് എൻവിയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നോക്കണം. നെക്സ്റ്റ് വാട്ടർ ആക്ട് ആണ് 1974. ദ വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് ഹാസ് ബീൻ ഇനാക്റ്റഡ് ടു പ്രൊവൈഡ് ഫോർ ദ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് വാട്ടർ പൊല്യൂഷൻ ആൻഡ് ടു മെയിൻറ്റെയിൻ ഓർ റീസ്റ്റോർ ഹോൾസംനെസ് ഓഫ് വാട്ടർ ഇൻ ദ കൺട്രി. ഓക്കെ, ആ ഒരു ആക്റ്റും കൂടെ നോക്കുക. അപ്പോൾ മെയിനായിട്ട് നമുക്കിതിൽ പഠിക്കാനുള്ള വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്റ്റാണ് 1972. സെക്കൻഡ് വൺ എന്താണ്, അതിൽ ആ ആക്ടിൻ്റെ കൂടെ തന്നെ എന്താണ് വാട്ടർ സാങ്ച്വറി, നാഷണൽ പാർക്ക്. പിന്നെ 2 ആക്ടാണ്, ദ എയർ ആക്ട് 1981, അതേപോലെ ദ വാട്ടർ ആക്ട് 1974 ആൻഡ് ദ എൻവിയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഓർമ്മിക്കേണ്ട, ഈ എൻവിയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർഡിനേഷൻ ഓഫ് എയർ ആക്ട് ആൻഡ് വാട്ടർ ആക്ട് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സൈറ്റ്സ് എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം എന്താ? സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവെൻഷൻ ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് വൈൽഡ് ഫോണ ആൻഡ് ഫ്ലോറ. ഓക്കെ, അപ്പം നമ്മൾ എൻവിയോൺമെൻറ്റൽ ഡിഗ്രേഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നശിച്ചു പോകലാണ്, അല്ല ഡിസ്ട്രക്ഷനാണ്. അപ്പോൾ എൻവിയോൺമെൻറ്റൽ ഡിസ്ട്രക്ഷനെതിരെയുള്ള കുറച്ച് ആക്ട്സ് ആണ് നമുക്ക് പഠിക്കാനുള്ള. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ചാപ്റ്റർ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ്